നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മലയാളത്തിലുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി തുണിയുടെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. തുണിയുടെ ഉപയോഗം കുറച്ചിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്സുകളൊക്കെ കാണിച്ച് നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു 40 വയസ്സ് കഴിഞ്ഞ ചില ആൾക്കാരുടെയൊക്കെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആൾക്കാരൊന്നുമില്ല കേട്ടോ, ചുരുക്കം ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം. അതിലെന്ന് പറയുന്നത് നമ്പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴം മുന്നെയാണ്, അങ്ങനെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചിരുത്താനും സൽക്കരിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ സൽക്കരിക്കാനും സ്വീകരിക്കാനും ഉണ്ടെങ്കിൽ നിരവധി ആൾക്കാർ ഇതുപോലെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കാമാത്തിപുര ആയിട്ട് നമ്മുടെ കൊച്ചി വളരാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. മിക്കവാറും ബോംബെയിലുള്ള ആ കാമാത്തിപുര മിക്കവാറും ഇങ്ങോട്ട് കൊണ്ടുവരും, കൊച്ചിയിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് അങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു സ്ത്രീയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ആ സ്ത്രീ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തെറി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മൈക്കൊക്കെ ഊരി മാറ്റിക്കൊണ്ട് ഓടുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെ ഡ്രാമയാണ്. ഈ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഡ്രാമയാണത്. ആ ഒരു സ്ത്രീ എന്താ പറഞ്ഞിട്ട് നിമിഷ എന്നങ്ങായിട്ട് അതിൻ്റെ പേര് അവിടുന്ന്. ആ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, നിങ്ങളോട് നോക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചാൽ അമ്മാതിരി വീഡിയോ ഒന്ന് ഇടുന്നത്, എന്നിട്ട് പറയുന്നത് എന്താണെന്നല്ലേ, എൻ്റെ മക്കളും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയൊക്കെ ഇതിനെ സപ്പോർട്ടാണെന്ന്. സ്വന്തം മകളുടെ ശരീരം കാണാൻ ഏതെങ്കിലും അച്ഛൻ സപ്പോർട്ട് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. ഈ അച്ഛന്മാർ എന്തിനെങ്കിലും നാറ്റിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ഈ എന്ത് കോപ്രായം വേണമെങ്കിലും കളിച്ചോ, പക്ഷേ ഈ അച്ഛൻ സപ്പോർട്ടാണ് അമ്മ സപ്പോർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അതായത് അമ്മയൊന്നും പറയത്തില്ല, കാരണം മോളല്ലേ, എനിക്കുള്ള തന്നെയല്ലേ ഒക്കെ ഉള്ളതെന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ ഈ അച്ഛൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കൊരിക്കലും തോന്നുന്നില്ല അവിടുന്ന്. അപ്പോൾ അച്ഛൻ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കൾ, ഈ +2 പഠിക്കുന്ന മക്കൾ സപ്പോർട്ടാവുമല്ലോ. അമ്മയോട് പറയുകയാണ്, അമ്മ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി. അതായത് രാത്രി കാലങ്ങളിൽ ഇവരുടെയൊക്കെ കഷ്ടപ്പാട് കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം തോന്നാറുണ്ട്. അതായത് ഈ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ തുണി അഴിച്ചിട്ട് വല്ലവൻ്റെയും മുന്നിൽ വന്ന് നിന്നിട്ട് ആ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനും കൂടിയുണ്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അവനും എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം. ഈ കമൻറ്റൊക്കെ വരൂലേ, അപ്പോൾ കമൻറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ അവനാണെന്നാണ് തോന്നുന്നത്. അടുത്ത് തന്നെ അവനുണ്ട്. ഈ ഭാര്യ ഈ സാധനമൊക്കെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ഏകദേശം ഒരു 10 ലക്ഷം ആളാണ് ഇവൻ്റെ ഇത് കാണുന്നത് അവിടുന്ന്. അപ്പോൾ നല്ല പൈസയും കിട്ടുന്നുണ്ട് അവിടുന്ന്. എന്താ വെച്ചാൽ ഒരു രാത്രി 2-3 മണിക്കൂർ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല തുക കിട്ടുന്നുണ്ട്. പിന്നെ എന്നാ വേണ്ടത് അവിടുന്ന്. പക്ഷേ ഈ സ്ത്രീ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്നാണ്. അതായത് എല്ലാ സ്ത്രീകളും ഇതുപോലെ ജീവിക്കണം, തോന്നിയ പോലെ ജീവിക്കണം, ആരും ആരുടെയും അടിമയല്ല എന്ന് ഈ ഫെമിനിസ്റ്റുകളെല്ലാം പറയില്ലേ. അതായത് ആരും ആരുടെയും അടിമയല്ല, നിങ്ങളെല്ലാവരും ഇതുപോലെ ജീവിക്കണമെന്ന്. ഏതെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ അങ്ങനെയാണ് പറയുന്നത്. എല്ലാവർക്കും ഈ സ്ത്രീയാകാൻ പറ്റുമോ? എല്ലാവർക്കും നമ്പ്യാറാകാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും ഗൗരിയാകാൻ പറ്റുമോ? രശ്മി നായരാകാൻ പറ്റുമോ? ഒന്നും പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തന്തിയും തള്ളയും വളർത്തി കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റൂല. കാരണം ഇവരൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ വളർന്നത് കൊണ്ടാണ് ഇവരുടെയൊക്കെ മാനസിക അവസ്ഥ ഇതുപോലെ ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവരെ ആരെങ്കിലും ഇവിടെ പിന്തുണക്കാൻ വേണ്ടി നിൽക്കുമോ? ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം നാട് വിട്ട് ഓടിയവരാണ്. അതായത് മുണ്ടക്കയത്താണ് ഇവരുടെ നാട് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും. പക്ഷേങ്കിലും എന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഓടിയിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നത്. അതായത് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യില്ലല്ലോ. അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ജീവിക്കണം. അതായത് നിങ്ങൾ ഒരിക്കലും ജീവിക്കാതിരിക്കരുത്. ബിക്കിനി ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ബിക്കിനി ഇടണം. ബിക്കിനി ഇട്ട് നടക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ബിക്കിനി ഇട്ട് നടക്കണം. വല്ലവൻ്റെയും കൂടെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകണം. അതാണ് ഈ സ്ത്രീകൾ നൽകുന്ന മെസ്സേജ്. ആലോചിച്ച് നോക്കണം. അതായത് എല്ലാവർക്കും കൊടുക്കുന്നൊരു മെസ്സേജാണ്. ഒരിക്കലും നിങ്ങൾ അടിമയായി ജീവിക്കരുത് ഇതുപോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കൊടുത്ത്, അതായത് ആരുടെ കൂടെ വേണമെങ്കിലും പോകണം. പിന്നെ ഇവർക്കൊക്കെ ദുബായിലൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീ തന്നെ ദുബായിലൊക്കെ പോകുന്നത് കാണാം. പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്. ആ പാർട്ടി കഴിഞ്ഞിട്ട് പിന്നെ ബോസിനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ബാഗ് നിറയെ പണമാണ്. ഒറ്റ രാത്രി കൊണ്ട് ലക്ഷങ്ങളാണ് ഭാര്യയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ദുബായ് എന്ന് കേൾക്കുമ്പോഴെല്ലാവരും അങ്ങ് ഓടും എന്നുള്ളതാണ്. അത് മിക്ക സെലിബ്രിറ്റികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിച്ച് തകർക്കലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ആങ്കർ ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ ചോദ്യം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയോ ഇങ്ങനെയായി,
അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് നിൻ്റെ അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചഴക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ ഈ സ്ത്രീയുടെ സ്വഭാവങ്ങൾ മാറിയില്ലേ. നീ ആരടി അത് ചോദിക്കാൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തനി കൂറയായി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് പിന്നത്തെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഈ ആങ്കറഫ് ഒരുപാട് തെറി പറഞ്ഞിട്ട് അടിച്ച് നിൻ്റെ ചപ്പക്കുല്ല് പൊട്ടിക്കുന്ന പറഞ്ഞതാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ കുറേ തെറിയും പറഞ്ഞു. ആ തെറിയൊക്കെ അവർ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ കയറണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ അന്ന് കിടന്നു കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നയൻതാരയൊന്നും എവിടെയും എത്തിയിട്ടുണ്ടാവില്ല. നയൻതാരയെക്കാട്ടി മുകളിൽ ഞാൻ പോയേനെ എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇവരോട് സിനിമക്കാരോ ചാൻസ് കൊടുത്തപ്പോഴേ കിടന്നു കൊടുക്കാൻ പറഞ്ഞു. അല്ല എൻ്റെ പൊന്നു സഹോദരി, ഈ സിനിമാക്കാർക്കൊന്നും ആളില്ല, ഈ പേരില്ലേ? അല്ല ഈ സിനിമക്ക് പേരില്ലേ? ഈ സിനിമ സംവിധായകന് പേരില്ലേ? ഈ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണിത്. ഞങ്ങളെല്ലാം കടന്നു കൊടുക്കാൻ വിളിച്ചോ, സിനിമ ചാൻസ് ചോദിച്ചോ, കടന്നു കൊടുക്കാൻ വിളിച്ചോ. ഇവിടെ പേര് പുറത്തു വിടണം, അതാണ് വേണ്ടത്. ഏത് സംവിധായകനാണ് പറഞ്ഞത്? ഏത് നിർമ്മാതാവാണ്? ഏത് സിനിമയായിരുന്നു? ഇതൊക്കെ പുറത്തു വിടാൻ പറ്റണം. ഇതൊക്കെ പുറത്തു വിടാൻ കഴിയില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഊഹം വെച്ച് തട്ടരുത് ഞങ്ങൾ സിനിമാക്കാർ. അപ്പോൾ നമ്മളെല്ലാം എന്ന് വിചാരിക്കുമോ സിനിമാക്കാരാണ് നീ ഈ സ്ത്രീനെ ഇങ്ങനെ ആക്കിയത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്പ്യാർ പറയുന്ന പോലെ അതാണ് ആ സ്ത്രീനെ ഇങ്ങനെ ആക്കിയത്. എന്തൊരു ഊളത്തരമാണ് ഇവരൊക്കെ ഒന്ന് പറയുന്നത്. അതായത് ഇവരെ തെറ്റിൽ ചാടിയിരിക്കുകയാണ്. ഇവരെ പടുകുഴിയിൽ വീണുപോയി. ഇനി മറ്റുള്ളവരെയും കൂടി ചാടിക്കാം, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ചാടുമ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാക്കാം എന്നുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാര്യം ഉറപ്പാണ്, അതായത് ആ പെൺകുട്ടികൾക്ക് നല്ലൊരു ജീവിതമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരുത്തൻ്റെ ജീവിതമായിരിക്കും. ഇല്ലെങ്കിൽ ഈ തള്ളയെ പോലെ വെള്ളവും അടിച്ചിട്ട് അതുപോലെ തന്നെ കൂറയായിട്ട് ഇങ്ങനെ നടക്കുമായിരിക്കും ചെയ്യുക. മിക്കവാറും അങ്ങനെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നല്ലൊരു ജീവിതവും ഇതൊന്നും മോഹിക്കാൻ വേണ്ടി കഴിയും തോന്നുന്നില്ല. കാരണം ഈ തള്ളയുടെ കൂടിയല്ലേ താമസിക്കുന്നത്. കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്ന് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പെൺപിള്ളേരാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വെളിയിലിറക്കി വിട്ട് കഴിഞ്ഞാൽ ഐറ്റങ്ങൾ പ്രേമിച്ചിട്ട് ഐറ്റങ്ങൾ ആളെ കണ്ടെത്തിക്കോളൂ പറഞ്ഞ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ എന്താ പറയേണ്ടത്, ഇവളുടെ ഭർത്താവിനെ പോലെയുള്ള ഒരു രണ്ടെണ്ണത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ആ പെൺപിള്ളേർക്കും പിന്നെ പണിയെടുക്കാതെ വേർപ്പിൻ്റെ അസുഖമില്ലാതെ ഇങ്ങനെ ജീവിക്കാലോ. അതൊരു വലിയ ഗുണം തന്നെയാണ് നടന്നത്. ഏതായാലും അമ്മ ഒരു തൊഴിൽ കണ്ടുപിടിച്ചത് കൊണ്ട് അത് മക്കൾക്കും കൂടി ഉപകാരപ്പെട്ടു. ഇത് കൈത്തൊഴിലായിട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇങ്ങനത്തെ ടീമുകളൊക്കെ ഇത് കൈത്തൊഴിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇതങ്ങ് തുടർന്നങ്ങ് കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ഇത് കിട്ടുള്ളൂ, ഒരു ഉഷാർ കിട്ടുള്ളൂ. അപ്പോൾ മാത്രമല്ലേ ഒരു പുതിയൊരു ബിസിനസ് നമ്മൾ തുടങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാത്തിനും വന്നിട്ട് പറയുന്നത് മോഡൽ എന്നാണ് പറയുന്നത്. എല്ലാത്തിനും പേര് മോഡലാണ്. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഒന്നിനും അറിയത്തുമില്ല. ഇപ്പോഴും എന്ന് പറയുന്ന ക്യാമറാമാന്മാർ ബഹളാന്ന് നടന്ന്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരെണ്ണത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല വരുമാനമാണ്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പുറകെ തന്നെ ഈ സാധനം എടുത്ത് തൂക്കി പിടിച്ച് പോയാൽ മതി. മുഖവും കാണിക്കേണ്ട, ഒന്നും കാണിക്കേണ്ട, നല്ല പൈസയും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊച്ചിയിൽ ഇപ്പോൾ നിരവധി ക്യാമറാമാന്മാരുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ പൊന്നു സഹോദരിമാരെ, ഇമാതിരി ചളിക്കുണ്ടിലൊന്നും പോയിട്ട് വീണേക്കല്ലേ. അതായത് നിങ്ങളൊക്കെ വിചാരിക്കും ഇത് ഏറ്റവും വലിയ സുഖം എന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നുമല്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം, കുടുംബം, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നന്ദി, നമസ്കാരം.